ചരിത്രപ്രധാനമായ ഫ്ലം റെയിൽവേ സ്റ്റേഷന് ഒരു മ്യൂസിയം തന്നെ അവിടെയുണ്ട്. ബെർഗൻ ലൈനിലെ മിർഡലിൽ നിന്നും ഫ്ലം വരെയാണ് ഫ്ലം ലൈൻ പ്രവർത്തിക്കുന്നത്. മലകൾക്കിടയിലൂടെ നിർമ്മിച്ച ഫ്ലം ലൈനിന്റെ രൂപരേഖയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈയൊരു ചുമന്ന വരയിൽ കാണുന്നതാണ് ഫ്ലം ലൈൻ. 1924 റെയിൽവേ പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 16 വർഷത്തെ നിർമ്മാണത്തിന് ശേഷം 1940 നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രാനുമതി നൽകുന്നത്. റെയിൽവേ പാതയുടെ നിർമ്മാണ ഘട്ടങ്ങളിൽ അവരുപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡാണ് ഇത്. ഈ ഒരു ഫോട്ടോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്രയും പാടുപെട്ടാണ് അവർ ആ ഒരു ഫ്ലം ലൈൻ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 866 മീറ്റർ ഉയരത്തിലേക്കാണ് ഫ്ലം ലൈൻ നീണ്ടു കിടക്കുന്നത്. ഈ ഒരു മിനിയേച്ചറിൽ കാണുന്ന ആ ചുമന്ന ഭാഗമാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് താഴേക്ക് വരേണ്ട വഴികളുമാണ് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 സ്റ്റേഷനുകളും 20 തുരങ്കങ്ങളും ഒരു പാലവുമുള്ള 20 കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ആണ് ഫ്ലം റെയിൽ. ഇതിനായി അവർ ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ എല്ലാം തന്നെ അവരവിടെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെയിൽവേ നിർമ്മാണത്തിനായിട്ടുള്ള ട്രാക്കുകളും അതുപോലെ തന്നെ അലൈൻമെന്റ് ചെക്ക് ചെയ്യാനുള്ള വണ്ടികളും എല്ലാം തന്നെ അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ അവർ ട്രെയിനിൽ ഉപയോഗിച്ചിരുന്ന കനൽക്കട്ടകൾ വരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനങ്ങളെല്ലാം തന്നെ അന്നത്തെ എഞ്ചിനീയർമാരും അവിടുത്തെ പണിക്കാരും എല്ലാവരും ഉപയോഗിച്ചിരുന്നതായിരുന്നു. റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള വാഹനങ്ങളാണ് ഇപ്പോഴും അവർ ആ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. മലകൾക്കിടയിലൂടെ നിർമ്മിക്കുന്ന റെയിൽവേ ലൈൻ എത്ര ദുഷ്കരമാണെന്ന് വരും തലമുറയ്ക്ക് മനസ്സിലാക്കാനാണ് അവർ ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഫ്ലം നഗരത്തിന്റെ ഫുള്ളായിട്ടുള്ള ഒരു മിനിയേച്ചർ തന്നെ അവർ അവിടെ ഉണ്ടാക്കി ആ ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നു. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരുന്നു ആ ഒരു മിനിയേച്ചർ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിലുള്ള എല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പോപ്പുലേഷൻ 400-ൽ കുറവായിരുന്നിട്ട് കൂടെ ആ ഒരു നഗരത്തിന്റെ വളർച്ചയ്ക്ക് അവർ എടുത്ത ഓരോ തീരുമാനങ്ങളുമാണ് ഫ്ലമ്മിനെ ഇന്ന് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. 1914 ഫ്ലം കിങ് ആയിരുന്ന ഹാക്കോൺ 7-നും ഭാര്യ മൗണ്ടും ഉപയോഗിച്ചിരുന്ന വാഹനം ഇപ്പോഴും പുതിയതുപോലെ അവർ വർഷാവർഷം അറ്റകുറ്റപ്പണികൾ നടത്തി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പോഴും പൊതുജനങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന രാജാക്കന്മാരും ഈ ഒരു വാഹനം ഉപയോഗിച്ചതായി അവിടെയുള്ള രേഖകളിൽ പറയും.